സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് സംഘടന രൂപീകരണത്തിന് 44 വയസ്സ്. ഓർമ്മക്കായി 44 മരങ്ങൾ നട്ട് പ്രമുഖർ. 29 അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ. ദുരിതം പേറി ഹാൻഡ്വീവ് റിട്ടയർഡ് തൊഴിലാളികൾ. മുഖം തിരിച്ച് അധികൃതർ. പരാധീനതകൾ മൂലം സമരം ചെയ്യാൻ പോലും ആവുന്നില്ലെന്നും ജീവനക്കാർ. കൊറിയർ സർവീസുമായി KSRTC. സംസ്ഥാനത്ത് എവിടെയും 16 മണിക്കൂറിനുള്ളിൽ കൊറിയർ എത്തിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗണ്ടറുകൾ തുറന്നു. ജൂലൈ 29 കണ്ണൂരിൽ നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷനോട് അനുബന്ധിച്ച് 44 ഓർമ്മ മരങ്ങൾ നട്ടു. പോലീസ് ഗ്രൗണ്ടിന് സമീപമാണ് പ്രശസ്തരായ 44 പേർ 44 വ്യത്യസ്ത മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ആഘോഷപൂർവ്വം നടുകയും നട്ടതിന് ശേഷം നട്ടതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നമ്മളെന്നും കാണാറ്. ആ മരങ്ങളൊന്നും പിന്നെ കണ്ടിട്ടില്ല. ഏതായാലും ആ അനുഭവം ഇതിനുണ്ടാകരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന വെക്കാനാണ് ഞാനത് പറഞ്ഞത്. 44 മരം, 44 നല്ല നാടൻ മാവിൻ തൈകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ 44ഉം നട്ട സ്ഥലത്ത് തന്നെ ഉണ്ടാകും എന്ന് പോലീസ് മൈതാനമായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അത് പരിപാലിക്കാൻ പോലീസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ തയ്യാറാകണം, സഹോദരന്മാർ തയ്യാറാകണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദേശീയ മാമ്പഴ ദിനത്തിൽ തന്നെയാണ് പോലീസ് പരേഡ് ഗ്രൌണ്ടിന് സമീപം ജില്ലയിലെ പ്രശസ്തരായ 44 പേർ 44 വ്യത്യസ്ത മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത്. മേയർ ടി.ഒ. മോഹനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, SRD പ്രസാദ് എന്നിവരാണ് മരം നട്ടത്. പോലീസ് സംഘടനാ രൂപീകരണത്തിന് 44 വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിൽ കൂടിയാണ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഹാൻഡ്വീവിൽ നിന്നും റിട്ടയർ ചെയ്ത ജീവനക്കാർ നയിക്കുന്നത് ദുരിത ജീവിതം. 40ഓളം ജീവനക്കാരാണ് വിരമിച്ചതിനു ശേഷം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ കഷ്ടത അനുഭവിക്കുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും വിരമിച്ച ജീവനക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷനായി കഴിഞ്ഞാൽ യഥാസമയം തന്നെ ആനുകൂല്യം ലഭിക്കണമെന്നിരിക്കെ ഹാൻഡ്വീവിൽ നിന്നും റിട്ടയർ ചെയ്ത് 1ഉം 2ഉം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റി, സറണ്ടർ, പെൻഷൻ, DA അരിയേഴ്സ് തുടങ്ങിയവയൊന്നും തന്നെ നാളിതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. 20, 30, 35 വർഷക്കാലത്തോളം തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്ത് റിട്ടയർഡായ 40ഓളം റിട്ടയർഡ് ആളുടെ ആനുകൂല്യം ഇതുവരെയായിട്ട് 1, 2, 3 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ആനുകൂല്യം കൊടുത്തിട്ടില്ല. പലവട്ടം മാനേജ്മെൻറ്റിന് നിവേദനം കൊടുത്തിട്ടും മാനേജ്മെൻറ്റ് യാതൊരു അനക്കവുമില്ല. മാത്രമല്ല, വളരെ ചുരുക്കം എന്ന് പറയുന്നത് 3 ശമ്പള പരിഷ്കരണം ആനുവലിൽ നടപ്പിലാക്കാനുണ്ട്. ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്തത്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ആനുകൂല്യം എത്രയും പെട്ടെന്ന് ലഭിക്കാനുള്ള എല്ലാവിധ സഹകരണം സർക്കാർ അതിൽ ചെലുത്തണം. മാത്രമല്ല, ഞങ്ങളുടെ ചെറിയ ഒരു ആനുകൂല്യമാണ് നമുക്ക് കിട്ടാനുള്ളത്. ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ ലീവ് സറണ്ടർ, പിന്നെ എംപ്ലോയി വെൽഫെയർ ഫണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുപോലും തരാൻ ഈ മാനേജ്മെന്റ് സന്നദ്ധത കാണിക്കുന്നില്ല. നിരവധി തവണ MD, ചെയർമാൻ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. രോഗം വന്നാൽ പോലും ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും ജീവനക്കാർ പറഞ്ഞു. 40ഓളം റിട്ടയർഡ് ജീവനക്കാരാണ് ഇത് കാരണം ദുരിതത്തിലായിരിക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തുള്ളവരായതിനാലും സാമ്പത്തിക ബാധ്യത വരുന്നതിനാലും ഇതിനെതിരെ സമരം ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ജീവനക്കാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നസീബ VVS, മൈദീൻ CP, ജോസഫ് MD, കൃഷ്ണവേണി P, ലളിതകുമാരി K തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന പാതയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയിൽ നടത്തിയ പട്രോളിംഗിലാണ് കുറുമാത്തൂർ തവളപ്പാലയിൽ റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 1/2 മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് പോലീസ് പരിശോധനയിൽ കണ്ടത്. പ്രിവന്റീവ് ഓഫീസർ അഷ്റഫ് മലപ്പട്ടം, സിവിൽ എക്സൈസ് ഓഫീസർ കലേഷ്, ഡ്രൈവർ അജിത് എന്നിവർ പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നു. ഇനി ഒരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പോലീസ് സംഘടന രൂപീകരണത്തിന് 44 വയസ്സ്. ഓർമ്മയ്ക്കായി 44 മരങ്ങൾ നട്ട് പ്രമുഖർ. 29-ന് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ. ദുരിതം പേറി ഹാൻഡ്വേവ് റിട്ടയർഡ് തൊഴിലാളികൾ. മുഖം തിരിച്ച അധികൃതർ. പരാധീനതകൾ മൂലം സമരം ചെയ്യാൻ പോലും ആവുന്നില്ലെന്നും ജീവനക്കാർ. കൊറിയർ സർവീസുമായി KSRTC. സംസ്ഥാനത്ത് എവിടെയും 16 മണിക്കൂറിനുള്ളിൽ കൊറിയർ എത്തിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗണ്ടറുകൾ തുറന്നു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ മാസ്റ്റേഴ്സ് എക്യുപ്ഡ് ആൻഡ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാക്കളെ അനുമോദിച്ചു. ജൂലൈ 12 മുതൽ 16 വരെ ആന്ധ്രാപ്രദേശിലുള്ള വിസിയനഗറിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് നടന്നത്. കമ്മീഷണർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ അജിത് കുമാർ IPS മെഡൽ ജേതാക്കളെ അനുമോദിച്ചു.
ഇക്കഴിഞ്ഞ 2023 ജൂലൈ 12 മുതൽ 16 വരെ ആന്ധ്രാപ്രദേശിലുള്ള വിസിയാനഗറിൽ വെച്ച് നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് എക്യുപ്ഡ് ആൻഡ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 84 കിലോഗ്രാം വിഭാഗത്തിൽ ഷീജ പനച്ചി, ജൂനിയർ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് ഗോൾഡ് മെഡലും 105 കിലോ വിഭാഗത്തിൽ സുകേഷ് കുമാർ LC, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ DHQ കണ്ണൂർ സിറ്റി ബ്രോൺസ് മെഡലും കരസ്ഥമാക്കി. ഇവർ ഇതിനു മുൻപ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വെച്ച് 2023 ജനുവരി 15 മുതൽ 20 വരെ നടന്ന നാഷണൽ മെൻ ആൻഡ് വിമൺ സബ് ജൂനിയർ, സീനിയർ ആൻഡ് മാസ്റ്റേഴ്സ് ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിലും മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS മെഡൽ ജേതാക്കളെ കമ്മീഷണർ ഓഫീസിൽ വെച്ച് അനുമോദിച്ചു. അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട BRM ഷഫീറിന്റെ പ്രസംഗത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അറിയിച്ചു. സുധാകരന്റെ ഇടപെടലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഉടൻ കോടതിയെ സമീപിക്കും. മറ്റു കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ചു വരികയാണെന്നും P ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അത് സംബന്ധിച്ച് നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പോൾ നിയമ നടപടിയുടെ ഭാഗമായിട്ടുള്ള നടപടി തുടങ്ങിയാൽ മാധ്യമങ്ങളോട് പറയും. KPCCയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ പരസ്യമായി ഒരു പ്രസംഗത്തിൽ ബോധപൂർവം സുധാകരൻ ഇടപെട്ടുകൊണ്ടാണ് ആ കള്ളക്കേസ് ഉണ്ടായത് എന്ന് വെളിപ്പെടുത്തിയല്ലോ. ആ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനപ്പെടുത്തി തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിയമപരമായിട്ടുള്ള എല്ലാ വശങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് അത് സംബന്ധിച്ച് വിശദമായി പറയും. KSRTCയിൽ ഇനി മുതൽ കൊറിയർ സർവീസും ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊറിയർ സർവീസ് ആരംഭിക്കുന്നത്. കേരളത്തിൽ എവിടെയും ഇതോടെ 16 മണിക്കൂറിനുള്ളിൽ കൊറിയർ എത്തിക്കാനാവും. എല്ലാ പ്രധാന ബസ് ഡിപ്പോകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൊറിയർ കൗണ്ടറുകൾ ഉണ്ടാകും. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലും കൊറിയർ സർവീസ് ആരംഭിച്ചത്. ജില്ലയിൽ കണ്ണൂർ ഡിപ്പോയിലും പയ്യന്നൂർ ഡിപ്പോയിലും കൊറിയർ കൌണ്ടർ തുടങ്ങി. സംസ്ഥാനത്ത് എവിടെയും 16 മണിക്കൂറിനുള്ളിൽ കൊറിയർ എത്തും. പാഴ്സലുകൾ കൃത്യമായി കവർ ചെയ്ത് തിരിച്ചറിയൽ രേഖ സഹിതം എത്തി കൊറിയർ അയക്കാം. കേരളത്തിലെ പ്രധാന ഡിപ്പോകളിൽ 24 മണിക്കൂറും കൌണ്ടർ പ്രവർത്തിക്കും. ആഴ്ചയിൽ 7 ദിവസവും ഓഫീസ് തുറന്നു പ്രവർത്തിക്കും. ബംഗളൂരു, കോയമ്പത്തൂർ, നാഗർകോവിൽ, തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലും കൊറിയർ കൌണ്ടർ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ കൊറിയർ പാഴ്സലുകൾ അയക്കാം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും 391 ഗ്രാം സ്വർണം പിടികൂടി. പുതിയപുരയിൽ ജാബിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 1/4 കോടിയുടെ സ്വർണം ഇയാളുടെ പക്കലുണ്ടായിരുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്നും അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചുവെച്ച നിലയിലായിരുന്നു 1282 ഗ്രാം സ്വർണ്ണ മിശ്രിതം കസ്റ്റംസ് പിടികൂടിയത്. ഷാർജയിൽ നിന്നെത്തിയ പുതിയപുരയിൽ ജാബറിൽ നിന്നുമാണ് 23,40,135 രൂപ വില മതിക്കുന്ന 24 കാരറ്റിന്റെ 391 ഗ്രാം സ്വർണം പിടികൂടിയത്. പരിശോധനയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ശിവരാമൻ, സൂപ്രണ്ട് അജിത്ത്, ഇൻസ്പെക്ടർമാരായ നിഖിൽ, നിഷാന്ത്, പങ്കജ്, അശ്വിന, ഹവൽദാർ തോമസ്, ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായ ലിനേഷ്, ലയ എന്നിവരും ഉണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ തൊഴിലാളികൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. ജൂലൈ 26 കാൽടെക്സ് കേന്ദ്രീകരിച്ച് നടത്തുന്ന മാർച്ച് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കോർപ്പറേഷൻ അതിർത്തിയിൽ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ അപമാനിക്കുന്നതിനും കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതിനും കോർപ്പറേഷൻ മേയറുടെ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 26 രാവിലെ 10 കാൽടെക്സ് കേന്ദ്രീകരിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചും ധർണയും നടത്താൻ ഓട്ടോറിക്ഷ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി തീരുമാനിക്കുകയായിരുന്നു. യോഗത്തിൽ KP സത്താർ അധ്യക്ഷത വഹിച്ചു. AV പ്രകാശൻ, K ജയരാജൻ, K പ്രവീൺ, C ഷെരീഫ്, K രാജീവൻ, CK ശശികുമാർ, P ജിതിൻ, N ലക്ഷ്മണൻ, VV മഹമ്മൂദ്, A സുരേന്ദ്രൻ, T മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ഓട്ടോറിക്ഷകൾക്ക് മതിയായ പാർക്കിംഗ് സ്ഥലവും പാർക്കിംഗ് ബോർഡും സ്ഥാപിക്കുക, ഓട്ടോ സ്റ്റാൻഡ് വേർതിരിക്കുന്നതിന് ഡിവൈഡർ സ്ഥാപിക്കുക, വെട്ടിപ്പൊളിച്ചതും പൊട്ടിത്തകർന്നതുമായ റോഡുകൾ ഉടൻ റിപ്പയർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പരാമർശം സ്പീക്കർ AN ഷംസീർ മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മറ്റു മതങ്ങളെ ഇത്തരത്തിൽ അപമാനിക്കാൻ ഷംസീറിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു.
ഹിന്ദു ആരാധനാ സമ്പ്രദായങ്ങൾ മിത്താണെന്നായിരുന്നു ഷംസീറിന്റെ പരാമർശം. ഹിന്ദുത്വ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾ പുരോഗമനത്തെ പിന്നോട്ട് നയിക്കുമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ ഇതൊക്കെ വെറും മിത്തുകളാണെന്നും സ്പീക്കർ പറഞ്ഞു. എറണാകുളം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെയാണ് സ്പീക്കർ വിവാദ പ്രസ്താവന നടത്തിയത്. ഗണപതിയും പുഷ്പക വിമാനവുമല്ല ശാസ്ത്രം, അതൊക്കെ മിത്തുകളാണ്. ഹിന്ദുത്വ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾ പുരോഗമനത്തെ പിന്നോട്ട് നയിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ വെറും മിത്തുകളാണ്. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഹൈന്ദവ പുരാണങ്ങളിലെ സംഭവങ്ങൾ. ആനയുടെ തലവെട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തതായി പഠിപ്പിക്കുന്നു. പുഷ്പക വിമാനം എന്ന പരാമർശം തെറ്റായ പ്രചാരണമാണ്. ടെക്നോളജി യുഗത്തെ അംഗീകരിക്കണം, മിത്തുകളെ തള്ളിക്കളയണമെന്നും AN ഷംസീർ അന്ന് പറഞ്ഞിരുന്നു. ഹിന്ദു ദൈവങ്ങളെയും ആരാധനാ രീതികളെയും അധിക്ഷേപിച്ച സ്പീക്കർ AN ഷംസീർ മാപ്പു പറയണമെന്ന് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മറ്റു മതങ്ങളെ ഇത്തരത്തിൽ അപമാനിക്കാൻ ഷംസീറിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്പീക്കർ ഇന്ന് ഗണപതി ഭഗവാനെ ആക്ഷേപിച്ചിരിക്കുകയാണ്. എന്ത് അധികാരമാണ് AN ഷംസീറിനുള്ളത്? കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ ഗണേശനെ, ഗണപതി ഭഗവാനെ ആക്ഷേപിക്കാൻ ആരാണ് ഇയാൾക്ക് ലൈസൻസ് കൊടുത്തത്? ഇയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്പീക്കർ ഒരു മതത്തിൽപ്പെട്ട ആളുകളെ, അതിന്റെ ദൈവങ്ങളെ, അതിന്റെ ആചാരക്രമങ്ങളെ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയാണ്. ഹിന്ദു ആചാര പദ്ധതികളെയാണ് അയാളെ എതിർക്കുന്നത് പുരോഗമനത്തിന്റെ പേരിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഗണപതിയൊന്നും ഒരു പ്രസക്തമല്ല എന്ന് പറയുക ഇയാൾ ആരാണ്? മറ്റേതെങ്കിലും മതങ്ങളെ, അവരുടെ ആരാധ്യ പുരുഷന്മാരെ ഇങ്ങനെ ആക്ഷേപിക്കാൻ അയാൾ കഴിയുമോ? അപ്പൊ ഇതെല്ലാം ധിക്കാരമാണ്. AN ഷംസീർ മാപ്പ് പറയണം. മലബാറിന്റെ നന്മകളും പാട്ടും ആട്ടവും പ്രണയവും സവിശേഷമായ മുഹൂർത്തങ്ങളും നിറഞ്ഞ അനക്ക് എന്തിന്റെ കേട ആഗസ്റ്റ് 4 റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ ഷമീർ ഭരതന്നൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BMCയുടെ ബാനറിൽ ഫ്രാൻസിസ് കൈതാരത്താണ് സിനിമ നിർമ്മിച്ചത്. ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. ബഹുമാനായ ഫ്രാൻസിസ് കൈതാരത്ത് നിർമ്മിച്ച് BMC ബാനറിൽ അനക്ക് എന്തിൻ്റെ കേട എന്ന സിനിമ ഞാൻ സംവിധാനം ചെയ്തു. ഓഗസ്റ്റ് 4 റിലീസാവുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ബാർബർ വിഭാഗം നേരിടുന്ന വിവേചനങ്ങളും സാമൂഹികമായ ഐക്യവും ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന പുതുമയുള്ള സിനിമയാണിതെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു കൊമേഴ്ഷ്യൽ എലമെൻസ് ഒക്കെ കൂടിയ നല്ലൊരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കും. നല്ല സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ കുസൃതിയായ, ഒത്തിരി ജീവിതത്തിൽ ആംബിഷൻസ് ഒക്കെയുള്ള, വളരെ ആഗ്രഹങ്ങളുള്ള ഒരു കുട്ടിയുടെ കഥാപാത്രമാണിത്. എൻ്റെ ആദ്യത്തെ പാട്ടിപ്പം കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട്, മാനാഞ്ചിറ മൈതാനത്ത് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ലങ്കിപ്പെണ്ണെ എന്ന് പറഞ്ഞൊരു ഹുക്കിൻ്റെ റീലാണ് റീൽ ചാലഞ്ചാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനക്ക് എന്തിന്റെ കേടാ സിനിമയിലെ മാനാഞ്ചിറ മൈതാനത്ത് എന്ന ഗാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ഷമീർ ഭരതന്നൂർ, അഖിൽ പ്രഭാകരൻ, സ്നേഹ അജിത്ത്, അനീഷ് ധർമ്മൻ, മാത്തുക്കുട്ടി പറവട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബജറ്റ് എയർലൈൻ കമ്പനിയായ ഗോഫസ്റ്റിന് അനുമതി. ഉപാധികളോടെ DGCA ആണ് അനുമതി നൽകിയത്. 15 വിമാനങ്ങളും 144 പ്രതിദിന ഫ്ലൈറ്റുകളും സർവീസ് പുനരാരംഭിക്കാനുള്ള അംഗീകാരമാണ് ഗോഫസ്റ്റിന് നൽകിയത്. ഡൽഹി ഹൈക്കോടതിയുടെയും NCLT ഡൽഹി ബെഞ്ചിന്റെ പരിഗണനയിലുള്ള റിട്ട് ഹർജികൾ, അപേക്ഷകൾ എന്നിവയിന്മേലുള്ള തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഈ അംഗീകാരമെന്നും DGCA വ്യക്തമാക്കി. ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകൾക്കായുള്ള ഇടക്കാല ധനസഹായത്തിന്റെ ലഭ്യതയും ഫ്ലൈറ്റുകളുടെ അനുമതിയും അനുസരിച്ച് സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. എല്ലാ റെഗുലേറ്ററി മാനദണ്ഡങ്ങളും പാലിക്കണമെന്നും വിമാനത്തിന്റെ വായുക്ഷമത ഉറപ്പാക്കണമെന്നും DGCA നിർദ്ദേശിച്ചു. ജൂൺ 28-നാണ് സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ കമ്പനി DGCA സമർപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മെയ് 3-നാണ് ഗോഫസ്റ്റ് എയർലൈൻ സർവീസുകൾ അവസാനിപ്പിച്ചത്. തുടർന്ന് നടന്ന പാപ്പരത്ത പരിഹാര പ്രക്രിയയ്ക്ക് ശേഷമാണ് ഗോഫസ്റ്റ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ, വെള്ളി 81 രൂപ. അറിയിപ്പ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചവെള്ളാട്ടം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രാവിലത്തെ തിരുവപ്പന വെള്ളാട്ടവും വൈകുന്നേരത്തെ സന്ധ്യാ വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതല്ലെന്ന് മടപ്പുര ഭാരവാഹികൾ അറിയിച്ചു.
തളിരി സ്കോളർഷിപ്പിന് ജൂലൈ 31 വരെ അപേക്ഷിക്കാം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന തളിരി സ്കോളർഷിപ്പിന് 2023 ജൂലൈ 31 വരെ അപേക്ഷിക്കാം. തളിരിന്റെ വാർഷിക വരിസംഖ്യയായി 250 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാം. ഇവർക്ക് 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തളിര് തപ്പാലിൽ അതത് മാസങ്ങളിൽ ലഭ്യമാക്കുന്നതാണ്. 16 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്നത്. ജൂനിയർ 5, 6, 7 ക്ലാസുകൾ, സീനിയർ 8, 9, 10 ക്ലാസുകൾ വിഭാഗങ്ങളിലായി ഓരോ ജില്ലയിലും ചുരുങ്ങിയത് 160 പേർക്ക് സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും നൽകുന്നു. ജില്ലാതലത്തിൽ ഓരോ വിഭാഗത്തിലും ആദ്യം 30 സ്ഥാനത്തെത്തുന്നവർക്ക് 1000 രൂപയും പിന്നീട് വരുന്ന 50 സ്ഥാനക്കാർക്ക് 500 രൂപയും സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും. സംസ്ഥാന തലത്തിൽ ഇരു വിഭാഗങ്ങളിലും ആദ്യ 3 റാങ്കുകാർക്ക് 10,000-ഉം 5,000-ഉം 3,000 രൂപ എന്നിങ്ങനെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും നൽകും. 2023 നവംബറിൽ ജില്ലാതല പരീക്ഷയും ഡിസംബറിൽ സംസ്ഥാനതല പരീക്ഷയും നടക്കും. ജില്ലാതല പരീക്ഷ ഓൺലൈനായാണ് നടക്കുക. സംസ്ഥാനതല എഴുത്തു പരീക്ഷ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ജില്ലാതലത്തിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിയെയാണ് സംസ്ഥാനതലത്തിൽ പങ്കെടുപ്പിക്കുക. 100 കുട്ടികളിൽ കൂടുതൽ തളിരി സ്കോളർഷിപ്പിന് ചേരുന്ന കുട്ടികൾക്ക് 1000 രൂപയുടെ പുസ്തകങ്ങളും നൽകും. കാലാവസ്ഥ. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. അടുത്ത 2 ദിവസം പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറ് ദിശയിൽ തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത. ജൂലൈ 24ഓടുകൂടി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. നാളെ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. മറ്റന്നാൾ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 25-ന് ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് സംഘടന രൂപീകരണത്തിന് 44 വയസ്സ്. ഓർമ്മക്കായി 44 മരങ്ങൾ നട്ട പ്രമുഖർ. 29-ന് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ. ദുരിതം പേറി ഹാൻഡ്വേവ് റിട്ടയർഡ് തൊഴിലാളികൾ. മുഖം തിരിച്ച അധികൃതർ. പരാധീനതകൾ മൂലം സമരം ചെയ്യാൻ പോലും ആവുന്നില്ലെന്നും ജീവനക്കാർ. കൊറിയർ സർവീസുമായി KSRTC. സംസ്ഥാനത്ത് എവിടെയും 16 മണിക്കൂറിനുള്ളിൽ കൊറിയർ എത്തിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗണ്ടറുകൾ തുറന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇതോടെ അവസാനിക്കുന്നു.